പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ 4 CPM-കാർ വന്ന് കൊടി കാണിക്കുകയോ വിവാദമുണ്ടാക്കുകയെങ്കിലും ചെയ്യും. പലപ്പോഴും SPG ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഇതുവരെ അവർ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ മാസം 11-ാം തീയതി, അതായത് മാർച്ച് 11-ന് പ്രധാനമന്ത്രി എറണാകുളത്തെ കലൂരിലെത്തി ജനങ്ങളെ കണ്ടു. അന്ന് വിവാദമുണ്ടാക്കാൻ വല്ലാത്തൊരു ശ്രമം CPM നടത്തിയ നമ്മൾ കണ്ടതാണ്. മുഹമ്മദ് റിയാസിനെ വിളിച്ചില്ല, കേരളം നിന്ന് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വാർത്തകൾ സൃഷ്ടിക്കാൻ, വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പലരും രംഗത്തെത്തുന്നത് കണ്ടു. ഇരട്ടപ്പാത എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് പ്രധാനമന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ മറ്റൊരിടത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് 5-6 പേരെയൊക്കെ വിളിച്ചു നിർത്തി വലിയ ഷോ ഓഫ് ഒക്കെ മുഹമ്മദ് റിയാസ് കാണിച്ചു. മരുമകൻ എന്ന് പറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മരുമകൻ എന്ന് വിളിച്ചു എത്രേ മുഹമ്മദ് റിയാസിനെ. അങ്ങനെ മുഹമ്മദ് റിയാസിനെ അത് വിളിച്ചത് കൊണ്ട് റിയാസിനല്ല പ്രശ്നം ഇവിടുത്തെ ചില ആളുകൾക്കാണ്. ചില ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകൾക്കും ചില ഇടതുപക്ഷത്തെ വിഷം ഇങ്ങനെ കുത്തി നിറച്ചു വെക്കുന്ന ചില മാധ്യമപ്രവർത്തകർക്കാണ്. ഉടനെ മുഹമ്മദ് റിയാസിന്റെ ജീവചരിത്രം, രാഷ്ട്രീയ ജീവിതം ഒക്കെ ഇങ്ങനെ പടിപ്പടിയാറ്റി വരുന്നു. എന്നാൽ പിന്നെ അങ്ങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ രംഗത്തെത്തുന്നു. ഇത് CPM-ലെ പല ഹാൻഡിലുകളും എടുത്തു വെച്ച് വൈറലാക്കുന്നു, പറയുന്നു. ചിലർ പിന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മരുമകൻ എന്ന് വിളിച്ച രാജീവ് ചന്ദ്രശേഖറിനെ തേച്ചൊട്ടിക്കാനായി BPL നമ്പ്യാർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ രംഗത്തെത്തുന്ന പലരെയും നമ്മൾ കണ്ടു. എന്തായാലും അതൊക്കെ രാഷ്ട്രീയ കാര്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കൊടുത്തുമൊക്കെ അവരങ്ങ് തീർക്കട്ടെ. ഇപ്പോൾ മരുമകനെ മുഖ്യമന്ത്രിയെ വിളിച്ചു. സ്വാഭാവികമായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിനെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഇവർ തന്നെയാണ് ഈ പറയുന്നത് ദേശീയപാത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്, പൂർണ്ണ നിയന്ത്രണം ഞങ്ങളുടേതല്ല എന്ന്. എന്നിട്ട് ഉള്ള ഫ്ലക്സുകളിലെല്ലാം മുഹമ്മദ് റിയാസിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പടമാണ് എല്ലായിടത്തും നമ്മൾ കാണുന്നത്. ഏതെങ്കിലും ഒരു മൂലയിൽ ചെറിയ ഒരു വരയ്ക്കകത്ത് നിതിൻ ഗഡ്കരിയുടെ പടം എവിടെയെങ്കിലും വയ്ക്കും, അവർക്ക് തോന്നിയാൽ. ഇല്ലെങ്കിൽ അതുമില്ല. അങ്ങനെ വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ ശ്രമിച്ചു. പക്ഷെ അതൊന്നും നനഞ്ഞ പടക്കമായി പോയതാണ്. ആരും വലിയ ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന വികസനം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. കേന്ദ്രത്തിൽ ഇതുപോലെ ഒരാൾ കിടന്ന് തിളയ്ക്കുന്നുണ്ട്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പപ്പുമോൻ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ പലരും ആക്ഷേപിക്കാറുണ്ട്. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു ബുദ്ധി കുറഞ്ഞ ഒരു മനുഷ്യനായി പോയി. എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹം ഇതുപോലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പരിപാടി, നയപ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം അതിന് മറുപടി പറയാനായി നരേന്ദ്രമോദി വരുമ്പോൾ അതിന് നന്ദി പറയാനായി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൻ്റെ അന്ന് കുറേ ഈ വനിതാ MP-മാരെ ഉപയോഗിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അതിനുശേഷം വസ്ത്രാഭിഷേകമൊക്കെ നടത്താനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തി. അത് ഈ ഒരു MP, അതായത് ഇവർ വിചാരിച്ചത് ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിൽപ്പെട്ട MP-യാണ് ആ ലേഡി എന്ന്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ശിവസേനയുടെ തന്നെ ഷിൻഡ വിഭാഗത്തിൽപ്പെട്ട ഒരു MP ആയിരുന്നു ആ ലേഡി. ഇവർ വിചാരിച്ചത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽപ്പെട്ട MP-യാണ് തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളൂ. പക്ഷേ ഇവർക്ക് മാറിപ്പോയി. അത് ശിവസേനയുടെ തന്നെ ഷിൻഡ വിഭാഗത്തിൽപ്പെട്ട ഒരു MP ആയിരുന്നു. ഇവർ നേരെ സ്പീക്കറെ ഇത് അറിയിക്കുന്നു. സ്പീക്കർ ഇത് കൃത്യമായി നരേന്ദ്രമോദി അറിയിക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടാക്കാനായി പകരം കൃത്യമായി മറുപടി രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ എപ്പോഴും പാർലമെന്റിൽ കണ്ടിട്ടുള്ളത്. തൽക്കാലം ഈ പ്രശ്നത്തിൽ നരേന്ദ്രമോദി ഇടപെടേണ്ട. നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വസ്ത്രാഭിഷേകമൊക്കെ നടത്തുമ്പോൾ അത് പിന്നീട് വലിയ നാണക്കേടിലോ ആരോപണങ്ങളിലോ ഒക്കെ കൊണ്ടുപോകും. സത്യാവസ്ഥ അറിയാമെങ്കിൽ പലരും കിടന്ന് തിളയ്ക്കും, കുരയ്ക്കും. അതൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം വരണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മോദി എത്തിയില്ല. പക്ഷെ രാഹുൽ ഗാന്ധി ചില വൃത്തികെട്ട നാടകങ്ങളൊക്കെ കാണിക്കേണ്ടത്, തുണിയുരിയുക, ഇന്ത്യയെ നാണം കെടുത്താനുള്ള ദേശവിരുദ്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യ ഡെഡ് എക്കോണമി ആണെന്ന് പറയുക, ഇന്ത്യയെ തകർക്കുക, ഇന്ത്യ മുന്നേറുന്ന രാജ്യമല്ല എന്ന് പറയുക. ഉണ്ണുന്നതും ഉടുക്കുന്നതും തിന്നുന്നതും ആനുകൂല്യം പറ്റുന്നതും എല്ലാം ഇന്ത്യയുടേതാണ്. പക്ഷേ ഇന്ത്യയെ ഇഷ്ടമില്ല വിദേശ രാജ്യങ്ങൾ. എന്നാൽ താങ്കൾ അമേരിക്കയിലേക്കോ ചൈനയിലേക്കോ ഇറ്റലിയിലേക്കോ തായ്ലൻഡിലേക്കോ മലേഷ്യയിലേക്കോ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിക്കോ. അത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ പറ്റി ഇന്ത്യയെ
മോശമാക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യക്കാർ തന്നെ വിളിച്ചു പറഞ്ഞാലും ഇയാൾ പോവില്ല. ഇന്ത്യയെ തന്നെ നിന്ന് ഇന്ത്യയെ നാണം കെടുത്തും. ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി തലയ്ക്കകത്ത് മൂളയില്ലാത്ത ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെ വഴിക്ക് വിട്ടേക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോഴും മൊബൈൽ കുത്തുക, ഏതെങ്കിലും പരിപാടിയിൽ ചെന്നിരുന്ന് മൊബൈൽ, പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധിയെ കണ്ടാൽ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കാൻ പണ്ട് കണ്ണന്താനത്തിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ കണ്ടാ ഉടനെ കൈ പിടിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക എന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ വിശേഷം. അതവിടെ നിൽക്കട്ടെ. അത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ നടത്താനാണ് CPM ശ്രമിച്ചത്. പക്ഷേ ചീറ്റിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ കൊച്ചിയിലെത്തിയപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ CPM നടത്തിയത് CPMൻ്റെ പ്ലാൻ B ആയിരുന്നു. അപ്പോൾ പ്ലാൻ A ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ പ്ലാൻ A എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ തീരുമാനിച്ചു കൊണ്ടായിരിക്കാം, നമുക്കറിയില്ല, ആ അറിവോടുകൂടി KPCCയുടെ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം അടങ്ങുന്ന 5 കോൺഗ്രസ് നേതാക്കൾ മോദി വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ആളുകളെ കരുതൽ തടങ്കലിലേക്ക് മാറ്റിയിരുന്നു, കരുതൽ തടങ്കലിൽ വയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് SPG കാർ ഇവരെ നേരത്തെ തന്നെ മനസ്സിലായി. കാരണം ഈ പ്രധാനമന്ത്രി വരുമ്പോൾ 1 മാസം മുമ്പേ SPG അവിടെ എത്തും, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കും, ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാകും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആരൊക്കെ പ്രതിഷേധങ്ങൾ, കരിങ്കൊടി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനായി വരും, ഇതൊക്കെ കൃത്യമായി അവർ മനസ്സിലാക്കും. അവരെയാണല്ലോ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അവരാണല്ലോ. അപ്പോൾ അവരെ കൃത്യമായി വന്ന് എല്ലാം നിരീക്ഷിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടെല്ലാം മനസ്സിലാക്കി ആരൊക്കെ എവിടെയൊക്കെ വരും. ഇപ്പം ഇതൊരു അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കാനാണ് റിയാസ് ശ്രമിച്ചത്. കാരണം ഒരാഴ്ച മുൻപേ കൊടുക്കുന്നതാണ് ആരൊക്കെ ആ വേദിയിൽ ഉണ്ടാകും, ആരൊക്കെ വരുമെന്നുള്ളത്. അതുവരെ ഒന്നും മിണ്ടാതിരുന്നിട്ട് നരേന്ദ്രമോദി വരുന്നതിൻ്റെ അന്ന് ഇത്തരത്തിൽ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ അവർ രംഗത്തിറങ്ങുന്നെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. മാത്രമല്ല കഴിഞ്ഞ തവണ നരേന്ദ്രമോദി വന്നപ്പോൾ തന്നോട് ആധാർ കാർഡ് ചോദിച്ചു എന്നാണ് MP രാജേഷ് പറയുന്നത്. നരേന്ദ്രമോദിയോടൊപ്പം കളക്ടർ നിന്നാലും DGP നിന്നാലും ഇനി കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി വന്നാലും ആധാർ കാർഡ് കാണിക്കണം. കാരണം പ്രധാനമന്ത്രിയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, വളരെ വിപുലമായ പ്രൊട്ടക്ഷനാണ് പ്രധാനമന്ത്രി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് മറ്റു പ്രധാനമന്ത്രികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുക. കാരണം കുറേ നേതാക്കന്മാർ അല്ലെങ്കിൽ കുറേ ആളുകൾ നോട്ടമിട്ട് വെച്ചേക്കുന്ന ഒരാളാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. കാരണം ഇന്ത്യ വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ അകത്തുള്ള പലർക്കും സഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യ എപ്പോഴും ഒരു ദരിദ്ര രാജ്യമായി അമേരിക്കയുടെ മുന്നിലും മറ്റ് രാജ്യങ്ങളുടെ മുന്നിലും നട്ടല് വളച്ച് തല കുമ്പിട്ട് അവർ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു രാജ്യമായി നിൽക്കണം ഇന്ത്യ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ നരേന്ദ്രമോദി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് വല്ലാത്തൊരു സുരക്ഷിത, കുറച്ച് കൂടുതൽ സുരക്ഷ എല്ലാവരും ഒരുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 5 കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടവിലാക്കിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ഒരു വലിയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നരേന്ദ്രമോദി വന്നപ്പോൾ ഞങ്ങളിതാ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പോലും നരേന്ദ്രമോദിക്ക് വരാൻ കഴിയില്ല, നരേന്ദ്രമോദിക്ക് അങ്ങനെ ഇപ്പോൾ ഗ്യാസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ പഴയ വാർത്തകൾ എടുത്തു വെച്ചുകൊണ്ട് കോൺഗ്രസ് വൃത്തികെട്ട നാണം കെട്ട പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചീറ്റിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. എന്തായാലും കോൺഗ്രസ് വിചാരിച്ചത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് CPM ഏറ്റെടുത്തത്. അതും നനഞ്ഞ പടക്കം പോലെ പൊട്ടിപ്പാളീസായി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.